യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളികളെ വകവയ്ക്കാതെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുത്തനെ കൂട്ടി ഇന്ത്യ. ഓഗസ്റ്റിനപേക്ഷിച്ച് ഈ മാസം 20% വരെ വർധനയുമായി പ്രതിദിനം 3 ലക്ഷം ബാരൽ വരെ എണ്ണയാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. ഇന്ത്യക്കുള്ള ഡിസ്കൗണ്ട് റഷ്യ കൂട്ടിയതും നേട്ടമായി. ജൂലൈയിൽ ബാരലിന് $1 മുതൽ $2.5 വരെയായിരുന്നു ഡിസ്കൗണ്ടെങ്കിൽ ഈ മാസവും അടുത്ത മാസത്തേക്കും അത് $3 മുതൽ $4 വരെ ഡോളറാണ്. അതായത് ഒക്ടോബറിലും ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് ശക്തമായി തുടരുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് 25% പിഴത്തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്ന് യു.എസിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ ആകെ തീരുവ 50%. ട്രംപ് ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന 2 രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ബ്രസീലിനും 50%മാണ് തീരുവ. റഷ്യയിൽ നിന്നാണ് ഇപ്പോഴും ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നത്. അതേസമയം യു.എസ്., ബ്രസീൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും ഇന്ത്യൻ കമ്പനികൾ കൂട്ടിയിട്ടുണ്ട്. ഈ മാസം ആദ്യ ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം ബ്രന്റ് ക്രൂഡിൻ്റെ രാജ്യാന്തര വില ബാരലിന് $68.45 ആയിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ വാങ്ങുന്ന യൂറൽസ് ഇനത്തിന് $62.89. ഈ വിലയിൽ നിന്നാണ് ഇന്ത്യക്ക് റഷ്യ $3 മുതൽ $4 ഡിസ്കൗണ്ട് നൽകുന്നത്. അതായത് ബാരലിന് $58 മുതൽ $59 നിലവാരത്തിൽ ഇന്ത്യക്ക് റഷ്യൻ എണ്ണ കിട്ടും. ശരാശരി $6 വ്യത്യാസത്തിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ബ്രന്റിനെ അപേക്ഷിച്ച് യൂറൽസിൻ്റെ വിപണി വില. നിലവിൽ ബ്രന്റ് വില ബാരലിന് $66.68 യൂറൽസിന് $63.19. നിലവിലെ $3 മുതൽ $4 ഡിസ്കൗണ്ട് പ്രകാരം $59 മുതൽ $60 നിലവാരത്തിൽ റഷ്യൻ കമ്പനികളുമായി ഇടപാടുകാരിൽ ഏർപ്പെടാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിയും. റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 50 മുതൽ 100% ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ, G7, നാറ്റോ എന്നിവയോടും ട്രംപ് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഗണിക്കാൻ അവർ തയ്യാറായില്ല. ഇപ്പോഴും 30%-ലധികം വിഹിതവുമായി ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയാണ് ഒന്നാമത്. 17% വിഹിതവുമായി ഇറാഖ് രണ്ടാമതും 16%വുമായി സൗദി അറേബ്യ മൂന്നാമതുമാണ്. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.